അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയ സുഹൃത്തുക്കളെ, സോഷ്യൽ മീഡിയയിൽ നിന്ന് ഈ പ്രധാന വീഡിയോ ക്ലിപ്പ് നീക്കം ചെയ്യപ്പെടുന്നതിന് മുമ്പ് ഒരു മുസ്ലിമായ നിനക്ക് ഇത് കാണേണ്ടത് അത്യാവശ്യമാണ്. ഒരു ഫ്രഞ്ചുകാരൻ ഖുർആനിനെ കത്തിക്കാൻ ശ്രമിച്ചപ്പോൾ അള്ളാഹുവിൻ്റെ തൽക്ഷണ ശിക്ഷ നേരിട്ട സംഭവം ഇന്ന് നിനക്ക് കാണാം. ഈ സംഭവം നിന്റെ വിശ്വാസത്തെ ശക്തിപ്പെടുത്തും. അള്ളാഹുവിൻ്റെ വിശുദ്ധ വചനങ്ങളോടുള്ള അനാദരവ് നമുക്ക് സഹിക്കാനാവില്ല. പ്രിയ സുഹൃത്തുക്കളെ, ഖുർആൻ അള്ളാഹുവിൻ്റെ ശാശ്വതവും വിശുദ്ധവുമായ സന്ദേശമാണ്. 1. 400 വർഷങ്ങൾക്ക് മുമ്പ് 23 വർഷങ്ങളിലായി സൃഷ്ടികളിൽ ഏറ്റവും ഉത്തമനായ പ്രവാചകന് ഇത് ഘട്ടം ഘട്ടമായി അവതരിപ്പിക്കപ്പെട്ടു. ഖുർആൻ ആവശ്യമുള്ള സമയങ്ങളിൽ കൃത്യമായി അവതരിച്ചു. ഒരു വാക്കോ അക്ഷരമോ ബിന്ദുവോ മാറാതെ ഇത് നമ്മിലേക്ക് എത്തിയിരിക്കുന്നു. ഈ ഗ്രന്ഥത്തിൻ്റെ വാക്കുകൾ ലോകത്തെ അത്ഭുതപ്പെടുത്തി. മഹാന്മാരായ പണ്ഡിതന്മാരും ചിന്തകരും ഇതിൻ്റെ ശക്തിക്ക് മുന്നിൽ തലകുനിച്ചു. ഏറ്റവും കഠിനമായ ഹൃദയങ്ങൾ പോലും ഇതിൻ്റെ ആകർഷകമായ വചനങ്ങൾക്കു മുന്നിൽ മൃദുലമായി. അള്ളാഹു ആദ്യം മനുഷ്യരോടും ജിന്നുകളോടും ഖുർആനിന് സമാനമായ എന്തെങ്കിലും രചിക്കാൻ വെല്ലുവിളിച്ചു. സൂറത്തുൽ ഇസ്രയിൽ പറയുന്നു, മനുഷ്യരും ജിന്നുകളും ഒന്നിച്ച് ഖുർആനിന് സമാനമായ എന്തെങ്കിലും സൃഷ്ടിക്കാൻ ശ്രമിച്ചാലും അവർ പരാജയപ്പെടും. അവർ പരാജയപ്പെട്ടപ്പോൾ അവർ പ്രവാചകൻ തന്നെ ഖുർആൻ രചിച്ചതാണെന്ന് ആരോപിച്ചു. തുടർന്ന് അള്ളാഹു രണ്ടാമത്തെ വെല്ലുവിളി നൽകി. ഖുർആനിന് സമാനമായ 10 അധ്യായങ്ങൾ സൃഷ്ടിക്കാൻ അള്ളാഹുവിന് പുറമെ ആരുടെ സഹായവും തേടാമെന്ന് പറഞ്ഞു. അവർ വീണ്ടും പരാജയപ്പെട്ടു. പിന്നീട് മൂന്നാമത്തെ വെല്ലുവിളി, ഖുർആനിൻ്റെ ഒരു അധ്യായം മാത്രം സൃഷ്ടിക്കാൻ അവർക്ക് ആരുടെ സഹായവും തേടാമെന്ന്. സൂറത്തുൽ ബഖറ. ഈ വെല്ലുവിളിയും സൂറത്തു യൂനുസിലുണ്ട്. ആരും വിജയിച്ചില്ല. അവസാനമായി 4ാമത്തെ വെല്ലുവിളി, പ്രവാചകൻ ഖുർആൻ കെട്ടിച്ചമച്ചതാണെന്ന് വിശ്വസിക്കുന്നവർ ഒരു വചനം മാത്രം സൃഷ്ടിക്കാൻ ശ്രമിക്കട്ടെ. സൂറത്തു തൂർ, സൂറത്തുൽ ബഖറ. അള്ളാഹു പ്രഖ്യാപിച്ചു, അവർ ഒരിക്കലും വിജയിക്കില്ല. പ്രിയ സുഹൃത്തുക്കളെ, 1. 400 വർഷങ്ങൾക്ക് ശേഷവും ഖുർആനിൻ്റെ സൗന്ദര്യവും ആഴവും ശക്തിയും ആർക്കും തൊടാനായിട്ടില്ല, ഒരു വചനം പോലും. ഈ ദിവ്യ സന്ദേശം അവിശ്വാസികളെ സത്യത്തിലേക്ക് നയിക്കേണ്ടതായിരുന്നു. അവർ വിശ്വാസം സ്വീകരിക്കുകയും ഖുർആനിൻ്റെ പഠനങ്ങൾ പിന്തുടരുകയും വേണമായിരുന്നു. എന്നാൽ ദുഃഖകരമായി അവർ അനാദരവിൻ്റെ പാത തിരഞ്ഞെടുത്തു. 2019 നവംബർ 21 നോർവേയിലെ ക്രിസ്ത്യൻ സാൻഡിൽ ഒരു ഇസ്ലാം വിരുദ്ധ സംഘടനയുടെ നേതാവ് ലാർസ് തോർസൺ ഖുർആൻ കത്തിക്കാൻ ശ്രമിച്ചു. ആ നിമിഷം 23-കാരനായ സിറിയൻ മുസ്ലിം യുവാവ് ഒമർ ഇലിസ് തടസ്സങ്ങളും പോലീസ് വരികളും മറികടന്ന് ധീരമായി ലാർസിനെ ആക്രമിച്ചു. അവൻ ലാർസിനെ വായുവിൽ വെച്ച് തള്ളിയിട്ടു. ഒമറിന്റെ ധൈര്യം കണ്ട് മറ്റു മുസ്ലിം യുവാക്കളും ഇടപെട്ടു. പോലീസ് ഒമറിനെയും മറ്റു മുസ്ലിംകളെയും അറസ്റ്റ് ചെയ്തു. അതേസമയം ലാർസിനെ സുരക്ഷിതമായി മാറ്റി. ചരിത്രം നിറയെ ഖുർആനിനെ അനാദരിച്ചവർ ശിക്ഷ നേരിട്ട സംഭവങ്ങളാണ്. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറഞ്ഞ ഒരു ക്രിസ്ത്യൻ ഇസ്ലാം സ്വീകരിച്ച് സൂറത്തുൽ ബഖറയും സൂറത്തു ആലു ഇമ്രാനും മനഃപ്പാഠമാക്കി. അവൻ പ്രവാചകന്റെ വെളിപാടുകൾ എഴുതി. എന്നാൽ പിന്നീട് അവൻ ഇസ്ലാം ഉപേക്ഷിച്ച് പ്രവാചകന് താൻ എഴുതിയതല്ലാതെ ഒന്നും അറിയില്ലെന്ന് പറഞ്ഞു. അവൻ മരിച്ചപ്പോൾ അവന്റെ ശരീരം ഭൂമി തിരസ്കരിച്ചു. അവന്റെ ജനത അവനെ കുഴിച്ചിടാൻ ശ്രമിച്ചെങ്കിലും ഭൂമി അവന്റെ ശരീരം വീണ്ടും പുറന്തള്ളി. 2022 ഡിസംബർ 25 ഒരു ഫ്രഞ്ച് ക്രിസ്ത്യൻ തെരുവിൽ ഖുർആൻ കത്തിക്കാൻ ശ്രമിച്ചു. തീ കൂട്ടാൻ കുനിഞ്ഞപ്പോൾ അവന്റെ നീളമുള്ള മുടി തീ പിടിച്ചു. അള്ളാഹുവിൻ്റെ നീതി തൽക്ഷണം പ്രവർത്തിച്ചു. ഖുർആൻ കത്തിക്കാൻ ശ്രമിച്ചവന്റെ ശരീരം തീയിൽ കുരുങ്ങി. കാണികൾ അള്ളാഹുവിൻ്റെ പ്രതികരണം കണ്ട് ഞെട്ടി. മറ്റൊരു സംഭവം 2023 ഏപ്രിൽ 20 തുർക്കി തീരത്ത് ഒരു കപ്പലിൽ നടന്നു. 3,000-ലധികം ആളുകൾ അവിടെ ഉണ്ടായിരുന്നു. സംഗീതവും നൃത്തവും നടക്കുന്നതിനിടെ ഒരു തുർക്കി ജനറൽ ഖുർആൻ വായിച്ച ശേഷം അതിൻ്റെ പേജുകൾ കീറി നർത്തകരുടെ കാലടിയിലെറിഞ്ഞു. അവൻ അള്ളാഹുവിനെ വെല്ലുവിളിച്ചു, ഇപ്പോൾ ഖുർആനിനെ ആര് രക്ഷിക്കും? പെട്ടെന്ന് കപ്പൽ അലയടിച്ച് തീപിടിച്ചു. പ്രദേശത്ത് ശക്തമായ ഭൂകമ്പം അനുഭവപ്പെട്ടു. ആ സംഭവത്തിൽ ഉൾപ്പെട്ടവരുടെ ശരീരങ്ങൾ ഒരിക്കലും കണ്ടെത്തിയില്ല. പ്രിയ സുഹൃത്തുക്കളെ, സമാധാനം പ്രസംഗിക്കുന്നവർ വിശുദ്ധമായ കാര്യങ്ങളോട് ബഹുമാനമില്ലാതെ പെരുമാറുന്നു. ഇസ്ലാമിനെ വിമർശിക്കുമ്പോൾ അവർ സ്വന്തം പോരായ്മകൾ അവഗണിക്കുന്നു. ഇസ്ലാമിനെ സംരക്ഷിക്കാനും അള്ളാഹുവിൻ്റെ പ്രകാശത്താൽ നമ്മെ നയിക്കാനും നാം പ്രാർത്ഥിക്കുന്നു. നിന്നെ ഈ വീഡിയോ കാണുന്ന ഓരോരുത്തർക്കും അള്ളാഹു സന്തോഷവും സമാധാനവും അനുഗ്രഹങ്ങളും നൽകട്ടെ.
നിന്റെ വിശ്വാസം ശക്തമാകാനും ഇസ്ലാമിനോടുള്ള പ്രതിബദ്ധത തുടരാനും അതിൻ്റെ പഠനങ്ങൾ അഭിമാനത്തോടെ സംരക്ഷിക്കാനും അല്ലാഹു നിന്നെ സഹായിക്കട്ടെ. നിന്റെ ഓരോ നല്ല പ്രവൃത്തിക്കും അല്ലാഹു പ്രതിഫലം നൽകട്ടെ. അവശരും ആരും തുണയില്ലാത്തവരും നിന്റെ പ്രാർത്ഥനകളിൽ ഉണ്ടാകട്ടെ. അടുത്ത വീഡിയോ ഇൻഷാ അല്ലാഹു വീണ്ടും കാണാം. അല്ലാഹു നിന്റെ വഴികാട്ടിയും സംരക്ഷകനുമാകട്ടെ. ആമീൻ. നിന്നെയും ചുറ്റുമുള്ളവരെയും സൂക്ഷിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.